ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2025-26 അധ്യയന വർഷത്തെ 6th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയുടെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തുടർന്ന് നമ്മൾ മറ്റു വിഷയങ്ങളുമായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ഖണ്ഡിക വായിച്ച ചോദ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഉത്തരം കണ്ടെത്തി എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. 2 മുറികളുണ്ടായിരുന്ന സ്ഥലം ഞാൻ ഉപേക്ഷിച്ച് ഒരു ഒറ്റമുറി വാടകയ്ക്ക് എടുത്തു. സ്വന്തമായി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുവാനായി ഒരു സ്റ്റൗവും വാങ്ങി. വെറും 20 മിനിറ്റ് ആയിരുന്നു ഇതിനു വേണ്ടി വന്നത്. ഓട്സ് പൗഡർ കൊണ്ട് കഞ്ഞി തയ്യാറാക്കുകയും കൊക്കോ തയ്യാറാക്കുവാൻ വെള്ളം തിളപ്പിക്കുകയും മാത്രമേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. പുറത്തു നിന്നായിരുന്നു എൻ്റെ ഉച്ചഭക്ഷണം. വീട്ടിൽ തന്നെ റൊട്ടിയും കൊക്കോയും അത്താഴത്തിന് തയ്യാറാക്കി. 1 ഷില്ലിങ്ങും 3 പെൻസും കൊണ്ട് അങ്ങനെ ഒരു ദിവസം ചെലവഴിക്കുവാൻ കഴിഞ്ഞു. അക്കാലം വളരെ ശ്രദ്ധാപൂർവമായ പഠനത്തിന്റെ കാലം കൂടിയായിരുന്നു. ലാളിത്യം നിറഞ്ഞ ജീവിതം എനിക്ക് വളരെയധികം സമയം നൽകുകയും പരീക്ഷയിൽ ഞാൻ മുന്നേറുകയും ചെയ്തു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ MK ഗാന്ധി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം നന്നായി വായിച്ചു മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തൻ്റെ ആത്മകഥയിൽ സ്റ്റൗ വാങ്ങിയ കാര്യം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം എന്തിനാണ് ഗ്യാസ് സ്റ്റൗ വാങ്ങിയതെന്നാണല്ലേ ചോദിക്കുന്നത്. എന്തിനായിരുന്നു? സ്വന്തമായി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ, വെള്ളം ചൂടാക്കാൻ ആവശ്യമൊന്നുമില്ലാതെ പുറത്തുനിന്ന് ഉച്ചഭക്ഷണം കഴിക്കാതിരിക്കാൻ. ആൻസർ എന്താണ് കൂട്ടുകാരെ? അതേ, സ്വന്തമായി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാനാണല്ലേ. ആൻസർ എന്താണ്? സ്വന്തമായി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ. അതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അദ്ദേഹം അത്താഴത്തിന് എന്താണ് തയ്യാറാക്കിയത്? ചപ്പാത്തി, കഞ്ഞി, റൊട്ടിയും കൊക്കോയും, പാൽ. നമുക്കറിയാം ഏതായിരുന്നു? റൊട്ടിയും കൊക്കോയും ആയിരുന്നല്ലേ. റൊട്ടിയും കൊക്കോയുമാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ജീവിതം ലളിതമാക്കാൻ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളിൽ ശ്രദ്ധേയമായ പ്രസ്താവന താഴെ പറയുന്നതിൽ ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പ്രസ്താവനകൾ നോക്കാം. 1 ഷില്ലിങ്ങും 3 പെൻസും കൊണ്ട് ഒരു ദിവസം ചെലവഴിക്കാനായത്. തന്നേക്കാൾ ലളിത ജീവിതം നയിക്കുന്നവരുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. ഇനി ഓപ്ഷൻസ് നോക്കൂ. A 1 ശരി, B 1ഉം 2ഉം ശരി, C 2 മാത്രം ശരി, D 2ഉം തെറ്റാണ്. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ A 1 ശരി എന്നുള്ളതാണ് അല്ലേ. 1 ശരി. പരീക്ഷയിൽ ഞാൻ മുന്നേറി. 2 1 മുറി വാടകയ്ക്ക് എടുത്തു. മൂന്നാമത് എന്താ കൊടുത്തിട്ടുള്ളത്? പുറത്തു നിന്നായിരുന്നു ഉച്ചഭക്ഷണം. 4 ഓട്സ് പൗഡർ കൊണ്ട് കഞ്ഞി തയ്യാറാക്കി. നേരത്തെ വായിച്ച ഖണ്ഡികയിലെ ആശയങ്ങൾ താഴെ നൽകിയ ഏത് ക്രമമാണ് ശരിയാകുന്നത്? നമ്മൾ മുകളിൽ വായിച്ചല്ലോ, ഖണ്ഡിക വായിച്ചല്ലോ. അപ്പോൾ അതിലെ ആശയങ്ങളുമായിട്ട് ഏതാണ് ഫസ്റ്റ്, സെക്കൻഡ് അങ്ങനെ വരുന്നതെന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കൂ. A 1 2 3 4, ദെൻ B 2 4 3 1, C 2 3 4 1, D 2 1 4 3. ഏതായിരിക്കും ക്രമം എന്ന് പറയുന്നത്? അതെ, 2 4 3 1 ആണല്ലേ. 2 4 3 1, ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ പ്രവർത്തനം 2 നോക്കാം. കത്താണ്. കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന കഥ ഇഷ്ടമായില്ലേ? കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ കഥ? ഈ കഥയെ പരിചയപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക? സുഹൃത്തിന് ഒരു കത്ത് എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കത്ത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം കൂട്ടുകാരെ? ഒരു കോർണറായിട്ട് സ്ഥലം എഴുതാം, തീയതി എഴുതാം. നെക്സ്റ്റ് പ്രിയ എന്താണോ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് അതവിടെ എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് എഴുതാം. നിനക്കും വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നീ ഇവിടുത്തെ താമസം മാറിയതിനാലാണ് ഇത്തവണ കത്ത് എഴുതാമെന്ന് കരുതിയത്. പുതിയ മലയാള പുസ്തകം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കഥകളും കവിതകളും ഉണ്ട്. അതിലിപ്പോൾ ക്ലാസ്സിലെടുത്ത കോയയുടെ ചെറിയ വസ്തുക്കൾ എന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കഥയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ ഒരാളായ കോയയുടെ കഥ. വളരെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഇത്തരം തൊഴിലാളികൾ. ഒരു ആൺകുഞ്ഞു പിറന്ന വാർത്ത അറിഞ്ഞതിൽ വളരെയധികം സന്തോഷവാനായി മാറിയ കോയ ഈ വിവരവുമായി മുതലാളിയുടെ അടുത്ത് പോകുകയാണ്. വിവരം പറഞ്ഞ് അദ്ദേഹത്തിന് 100 ദിർഹം കടം വാങ്ങി അന്നു തന്നെ പുതുതായി പിറന്ന മകനും ഭാര്യയ്ക്കും തുണിത്തരങ്ങൾ വാങ്ങി. ഈ വിവരം അറിയിച്ച അന്നു രാത്രി തന്നെ ഭാര്യയ്ക്ക് കത്തെഴുതുകയും ചെയ്തു. പിറ്റേന്ന് തുണി പാർസൽ അയക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് അതിന് 50 ദിർഹം കൂടി വേണമെന്ന കാര്യം. അയാൾ സുഹൃത്തുക്കളോടെല്ലാം ചോദിച്ചു. ആർക്കും അയാളെ സഹായിക്കാനാവുന്നില്ല. അയാൾ ഭാര്യയ്ക്ക് വാങ്ങിയ വസ്ത്രം കച്ചവടക്കാരൻ തിരിച്ചെടുക്കുമോ എന്ന് അന്വേഷിച്ചു. അയാളും കോയയെ കൈവിട്ടു.
പരവശനായ അയാൾ മാർക്കറ്റിൽ ഇത് വിൽക്കാനായി തെരുവ് കച്ചവടക്കാരനെ പോലെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. അവിടെയും നിരാശയായിരുന്നു ഫലം. അയാൾ ഇങ്ങനെ നടക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു. നമ്മുടെയൊക്കെ ചിന്തയിൽ എന്താണ്? ഗൾഫുകാരൊക്കെ നല്ല പണക്കാരാണ്. പക്ഷേ ഈ കഥ വായിച്ചപ്പോൾ ചിന്ത മാറി. ഇതുപോലെ സാധാരണക്കാരായ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഗൾഫിലുണ്ടെന്ന് മലയാളം സർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. 6ാം ക്ലാസ് മലയാളം പുസ്തകം കിട്ടിയാൽ നീയും ഈ കഥ വായിക്കണേ. നീ എപ്പോഴാണ് ഒന്ന് ഇങ്ങോട്ട് വരിക? നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുക. ഇഷ്ടത്തോടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു കത്ത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഴ പെയ്ത് തീർന്നിട്ടും വീശി നിൽക്കും കുളിർത്തന്നൽ പോലവൻ ബാക്കിയായി. കുളിർത്തന്നൽ പോലവൻ എന്ന പ്രയോഗം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പുഞ്ചിരിച്ചുകൊണ്ട് തന്നിലർപ്പിതമായി ജോലി ചെയ്യുന്ന ഗാന്ധിജി. ആരുമില്ലാതിരുന്ന തനിക്ക് ആശ്രമവും ആശ്രമവാസികളും സ്വന്തമാണെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചപ്പോൾ കുട്ടിക്കുണ്ടായ സന്തോഷം. ഇനി ഓപ്ഷൻ എ 1 ശരി, ഓപ്ഷൻ സി 2 മാത്രം ശരി, ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി, ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റ്. ആൻസർ എന്താണ്? 2 മാത്രം ശരി എന്നുള്ളതാണല്ലേ ആൻസർ. ഓപ്ഷൻ സി 2 മാത്രം ശരി. സി, വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളം രുചി ഒന്നിനുമില്ലെന്ന് കവി പറയുന്നു. വിപണി നമ്മുടെ ജീവിതത്തെ കീഴടക്കിയതാണ് കാരണം. അപ്പോൾ ഇതിൽ ഏതാണെന്ന് നോക്കണം അല്ലേ. തെറ്റാണ്, 1 തെറ്റാണ്, പക്ഷേ 2 ശരിയാണെന്ന് പറയുന്നുണ്ട്. ബി ഓപ്ഷൻ നോക്കൂ. 1ഉം 2ഉം ശരിയാണ്. 2 എന്നത് 1ന്റെ ശരിയായ വിശദീകരണമാണ്. സി 1 ശരിയാണ്, പക്ഷെ അതിൻ്റെ യഥാർത്ഥ കാരണമല്ല. 1ഉം 2ഉം ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് കൂട്ടുകാരെ റൈറ്റ് ആയിട്ടുള്ളത്? ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇതിൽ ഏതാണ്? ശരിയാണ്, 1 ശരിയാണ്, പക്ഷേ എന്താണ്? 2 അതിൻ്റെ ശരിയായ കാരണമല്ല. അതല്ലേ ആൻസർ ആയിട്ട് വരുന്നത്. 1 ശരിയാണ്, പക്ഷേ 2 അതിൻ്റെ ശരിയായിട്ടുള്ള യഥാർത്ഥ കാരണമല്ല. ഓക്കെ, പ്രവർത്തനം 3 നോക്കാം. വിശകലന കുറിപ്പാണ്. പലഹാരപ്പൊതി തുറക്കാൻ ഇറയത്തുമിഴിനട്ടു ചെറുമക്കൾ ഞങ്ങളെന്ന് കൊതിയോടെ കാത്തിരുന്ന മധുരബാല്യം. കൊയക്കട്ട എന്ന കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൊയക്കട്ട എന്ന കവിതയിലെ ഈ വരികൾ നിങ്ങൾ എന്ത് ചെയ്യുക? വിശകലനം ചെയ്ത് ഒരു വിശകലന കുറിപ്പാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു മാതൃക നോക്കാം. കവിയുടെ കുട്ടിക്കാലത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പാടത്ത് പണിക്ക് പോകുന്ന മുത്തശ്ശി അന്തിയായാലാണ് തിരിച്ചെത്തുക. മുത്തശ്ശി വീട്ടിലെത്തിയാൽ പലഹാരപ്പൊതി തുറക്കാൻ കുട്ടികൾ കാത്തു നിൽക്കുകയാണ്. അവരെത്തുന്നതുവരെ ഇറയത്ത് മിഴിനട്ട് കൊതിയോടെ ചെറുമക്കൾ കാത്തിരിക്കുന്നു. ഈ കാലത്തെ കവി മധുരബാല്യം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൊയക്കട്ടയുടെ മാധുര്യമാണ് അതിന് പ്രധാന കാരണം. അതുമാത്രമല്ല, കവി പിന്നീട് പറയുന്നുണ്ട് അതുപോലൊരു ആഹാരം പിന്നീട് കഴിക്കാനായില്ല എന്ന്. ഈ പ്രായത്തിനിടയിൽ ധാരാളം വിഭവങ്ങൾ കഴിച്ചെന്നാലും കൊയക്കട്ടയുടെ മാധുര്യമൊന്നും ലഭിച്ചിരുന്നില്ല. അതിൻ്റെ മാധുര്യം മനസ്സിൽ തങ്ങി നിൽക്കുന്നതിനാലാണ് ആ ബാല്യം പോലും മാധുര്യമൂറുന്ന മധുരബാല്യമെന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വരികളെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുമല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ എന്ന് നൽകിയിട്ടുണ്ട്. അപ്പം ഇതാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിശകലന കുറിപ്പ് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അഭിപ്രായക്കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. കണ്ടോ അവൻ്റെ ഒരു കാര്യം, ഇത്ര അടുത്തുകൂടെ പോയിട്ടും അവൻ മാത്രം ഗാന്ധിയെ കണ്ടില്ല. ഗാന്ധിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിലൊരു ഭാഗമാണ് മുകളിൽ നൽകിയത്. ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുറിപ്പെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് ഗാന്ധിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിലൊരു ഭാഗമാണ് മുകളിൽ നൽകിയത്. ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുറിപ്പെഴുതുക. അപ്പോൾ അഭിപ്രായ കുറിപ്പാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കിയാലോ കൂട്ടുകാരെ? എഴുതാം. ഗാന്ധിയെ കണ്ട കുട്ടി എന്ന കുറിപ്പ് ചെറുതാണെങ്കിലും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ മുഴുകിയ ഒരു കുട്ടി പണിയിൽ മാത്രം ശ്രദ്ധിക്കുന്നതിനാണ് തൊട്ടടുത്തു കൂടെ പോയ ഗാന്ധിയെ കാണാൻ പറ്റാതിരുന്നത്. അതാണ് ശരിയായ തൊഴിൽ സംസ്കാരമെന്ന് ഗാന്ധിജി നമ്മളെ പഠിപ്പിക്കുന്നു. തൊഴിലിൽ മുഴുകിയ കുട്ടി മാത്രമാണ് തന്നെ ശരിയായി കണ്ടതെന്ന് വിലയിരുത്തുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് താല്പര്യത്തോടെ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് അവിടെയും നടന്നത്. അതിൽ തെറ്റില്ല. ഈ ആശ്രമത്തിൽ ഗാന്ധിജി എപ്പോഴും ഉണ്ടാകും. അദ്ദേഹത്തെ ഉചിതമായ സമയത്ത് പോയി കാണാമല്ലോ.
അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് IS ഇതുപോലെ മുകളിൽ നൽകിയിട്ടുള്ള, അതായത് നമ്മുടെ കണ്ടോ അവൻ്റെ ഒരു കാര്യം ഇത്ര അടുത്തു കൂടെ പോയിട്ടും അവൻ മാത്രം ഗാന്ധിയെ കണ്ടില്ല എന്ന ഭാഗത്തിന് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും എഴുതുക. എന്നിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇതുപോലെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം എഴുതാവുന്നതാണ്. ദെൻ പ്രവർത്തനം 4 ആസ്വാദന കുറിപ്പാണ് അല്ലേ. മഴയുള്ള ദിവസം രാത്രി മഴ മൃദുവായി പെയ്യുന്നു. ഒരു സൗമ്യമായ ആനന്ദം. തുള്ളികൾ പലകയിൽ നൃത്തം ചെയ്യുന്നു. ശാന്തമായ ഈണം, ശാന്തമായ പല്ലവി, നനഞ്ഞ മനസ്സിൽ മണ്ണിൻ ഗന്ധം, വായുവിൽ നിറയുന്നു മഴയുടെ താളാത്മകമായ താളം, ശാന്തമായ ശബ്ദം. സൻഹ ഫാത്തിമ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആസ്വാദന കുറിപ്പിന് മറ്റൊരു കവിത കൊണ്ട് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കവിതയുടെ ആസ്വാദന കുറിപ്പ് നോക്കാം. സൻഹ ഫാത്തിമ എഴുതിയ ഒരു കവിതയാണല്ലേ നൽകിയിട്ടുള്ളത്. മഴയുള്ള ദിവസം എന്നൊരു കവിതയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ആസ്വാദന കുറിപ്പ് നോക്കാം. അപ്പോൾ ഒരു ആസ്വാദന കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. ഓക്കെ, നമുക്ക് ആസ്വാദന കുറിപ്പ് നോക്കാം. സൻഹ ഫാത്തിമ എഴുതിയ മഴയുള്ള ദിവസം എന്ന കവിത ഇഷ്ടപ്പെട്ടു. രാത്രികാലത്ത് പെയ്യുന്ന മഴയെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മഴ പെയ്യുന്നത് മൃദുവായാണ്. അതിലൂടെ സൗമ്യമായ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്നു. പലകയിൽ വീഴുന്ന മഴത്തുള്ളി നൃത്തം ചെയ്യുകയാണ്. അതിനിണങ്ങുന്ന ശാന്തമായ ഇണത്തിലും പല്ലവിയിലുമാണ് മഴയുടെ പെയ്യൽ. നനഞ്ഞ മണ്ണിൽ ഗന്ധം വായുവിൽ നിറയുന്നു. മഴയുടെ ശബ്ദം പോലും താളാത്മകമാണെന്ന് കവി പറയുന്നു. നാം എല്ലാവരും മഴ ആസ്വദിക്കുന്നവരാണ്. നമ്മെ കൂടുതൽ ആസ്വാദനത്തിലേക്ക് നയിക്കാൻ ഈ കവിതയ്ക്ക് കഴിയുന്നു. സൗമ്യമായ ആനന്ദം എന്നത് മനോഹരമായൊരു പ്രയോഗമാണ്. മഴ പെയ്യുന്നത് ഒരു നൃത്തം വയ്ക്കലായും കവിക്ക് അനുഭവപ്പെടുന്നു. അതിനിണങ്ങുന്ന ശാന്തമായ ഈണത്തിലും പല്ലവിയിലും ഇന്ദ്രിയങ്ങളായ ചെവി, മൂക്ക് തുടങ്ങിയ അവയവങ്ങൾക്ക് മഴ വ്യത്യസ്തമായി വിരുന്നൊരുക്കുന്ന അവസ്ഥയെ ചിത്രീകരിക്കുന്ന ഈ കവിതയിൽ മഴയെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിക്കാണുന്ന ഈ കവിതയിലെ കാഴ്ചകൾ മനോഹരമാണ്. അതിൻ്റെതായ സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാതെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. സൻഹ ഫാത്തിമ എഴുതിയ മനോഹരമായൊരു മഴ കവിതയായി ഇത് മാറുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോലെ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. അടുത്ത് നോക്കുക കവിത. മഴ. ഒരു മഴയ്ക്ക് വേണ്ടി കൊതിച്ചിരുന്ന അവൾ ജാലകങ്ങൾ പതുക്കെ തുറന്നിട്ടു. ആകാശത്ത് ഒരൊറ്റ മഴമേഘം പോലും കാണാനില്ല. അവൾ സൂര്യനോടായി പറഞ്ഞു, ഒരു മഴയെ ഭൂമിയിൽ എത്തിക്കാമോ? സൂര്യൻ ചിരിച്ചു. മാനത്ത് മേഘങ്ങൾ നിരന്നു. മഴത്തുള്ളികൾ ഓരോന്നായി ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി. ജാലകത്തിലൂടെ അവൾ മഴയെ നോക്കി നിന്നു. മഴയ്ക്ക് എന്തു ഭംഗിയാണ്! ഓരോ തുള്ളികളായി മഴച്ചില്ലകളിൽ ഇലകളിൽ തട്ടി താഴെ വീഴുന്നു. പക്ഷികൾ കൂടുകളിലേക്ക് പാറുന്നു. വാടിയ ചെടികൾ തല ഉയർത്തി. ജാലകത്തിലൂടെ ഒരു കൈ അവൾ മഴയിലേക്ക് നീട്ടി. മഴ അവളെ കെട്ടിപ്പുണർന്നു. ഹംദ എഴുതിയ മഴ എന്ന കവിതയാണല്ലേ ഇപ്പം നമ്മൾ വായിച്ചത്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് ആസ്വാദന കുറിപ്പ് നോക്കാം. ഹംദ എഴുതിയ മഴ എന്ന കവിത മഴയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ആരെയും ഇഷ്ടപ്പെടുത്തും. മഴയ്ക്കായി കാത്തിരിക്കുന്ന ഒരു കുട്ടിയെ ഇതിൽ കാണാം. മഴ കാത്തിരിക്കുന്ന ആ പെൺകുട്ടി തൻ്റെ ജാലകവാതിലുകൾ മലർക്കെ തുറന്നിടുകയാണ്. പക്ഷേ അവൾ കണ്ടു, ആകാശത്ത് ഒരു മഴമേഘങ്ങൾ പോലുമില്ല. അവളുടെ അഭ്യർത്ഥന സൂര്യനോടായി. അത് കേട്ടതോടെ സൂര്യന് ചിരി വന്നു. ആ കുട്ടിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ സൂര്യൻ ആകാശത്ത് മേഘങ്ങളെ നിരത്തി മഴത്തുള്ളികളായി താഴേക്ക് പതിപ്പിച്ചു. അവൾ മഴയെ ജാലകവാതിലിലൂടെ നോക്കി. അവൾ അതിൻ്റെ ഭംഗി ആസ്വദിച്ചു. മരച്ചില്ലുകളിൽ തട്ടി ഇലകളിൽ തട്ടി താഴെ വീണു മഴ. പക്ഷികൾ ആ നേരത്ത് പക്ഷികൾ കൂടുകളിലേക്ക് മടങ്ങുന്നു. വാടിയ ചെടികളുടെ ഇലകൾ തല ഉയർത്തി അന്നേരത്ത് മഴയിലേക്ക് കൈനീട്ടി അവളെ മഴ കെട്ടിപ്പുണർന്നു. ഈ കവിതയിൽ കാഴ്ചകൾ മാത്രമല്ല അവതരിപ്പിക്കുന്നത്. ഒറ്റ മേഘങ്ങളെയും കാണാതായപ്പോൾ സൂര്യനോടാണ് അവൾ കേണു പറയുന്നത്. ഒരു സ്വപ്ന ദൃശ്യം പോലെ മനോഹര കാഴ്ചയായി കവിതയിൽ അവതരിപ്പിക്കപ്പെടുന്നു. മഴ അവളെ കെട്ടിപ്പുണരുന്നതായും അവൾക്ക് അനുഭവപ്പെടുന്നു. കാവ്യഭാവന വിടർന്നു നിറയുന്ന കാഴ്ചയെ മനോഹരമായി കവയത്രി അവതരിപ്പിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഇനി പ്രവർത്തനം 5 നോക്കൂ. താരതമ്യക്കുറിപ്പാണല്ലേ. ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയിലെ കുട്ടിയെയും ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിലെ കുട്ടിയെയും താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയിലും അതുപോലെ തന്നെ ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിലെ കുട്ടിയെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ കുറിപ്പെഴുതേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എഴുതാം. ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയിലെ കുട്ടി ആരോരുമില്ലാത്തവനാണ്. ഗാന്ധിജിയെ കാണാനെത്തുന്ന കുട്ടി തനിക്ക് ആരുമില്ല എന്നാണ് അദ്ദേഹത്തോട് പറയുന്നത്.
ഈ ആശ്രമവും ഇവിടെയുള്ളവരും നിന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് അവന് ആശ്വാസം പകരുന്ന ഗാന്ധിജി. തൊഴിലൊന്നും അറിയില്ലെന്ന് അവൻ പറഞ്ഞതിന് ഭാരതാംബ അത് നൽകുമെന്നായിരുന്നു മറുപടി. ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിലെ കുട്ടി തൻ്റെ തൊഴിൽ മുഴുകിയവനാണ്. തൊഴിലിനിടയിൽ ഗാന്ധിജി വന്നതുപോലും അവൻ കണ്ടില്ല. മറ്റൊരു കുട്ടി ഇക്കാര്യം ഗാന്ധിജിയോട് പറഞ്ഞപ്പോൾ തന്നെ കണ്ടത് അവൻ മാത്രമാണെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. ഈ രണ്ടു കുട്ടികളും വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ആശ്രമത്തിലെത്തിയവരാണ്. അവിടെ നാടിനു വേണ്ടി പോരാളികളെ വാർത്തെടുക്കുന്നു. അതിൽ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ല, എല്ലാവർക്കും അവരുടേതായ പങ്കുണ്ട്. ആദ്യത്തെ കുട്ടിയെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ഗാന്ധിജി. എന്നാൽ ഗാന്ധിജി ആഗ്രഹിക്കുന്ന പോലെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയെയും നമുക്കിവിടെ കാണിച്ചു തരുന്നു. ഒന്നാമത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയെപ്പോലെ മാതൃകാപരമായി വളർന്നു വരുമെന്ന് വിശ്വസിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ഗാന്ധിജിയുടെ അതിഥി എന്ന കുട്ടിയെയും ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുട്ടിയെയും അതിലെ കുട്ടിയെയും എന്ത് ചെയ്യുക, താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇനി പ്രവർത്തനം മാറി നോക്കൂ. വിവരണം. ബിച്ചായി ശേഷിത്താത്തയുടെ നേതൃത്വത്തിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് വിവരിച്ചു കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാര വിഭവം തയ്യാറാക്കുന്ന രീതി വിശദീകരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര വിഭവം ഉണ്ടാവില്ലേ, അവ തയ്യാറാക്കുന്ന രീതി. അപ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്ട വിഭവത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് തയ്യാറാക്കുന്ന രീതി കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ. ഇത്രയും പ്രവർത്തനങ്ങളാണ് കൂട്ടുകാരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.